മാരവും പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറ്. പ്രൈസലോട് ഒരു പിതാവ് പ്രൈസോൾ തൻ്റെ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവന് ചന്ദ്രരോഗമുണ്ട്. പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. അതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളോട് മനസ്സലിയണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ പിതാവ് ചേർത്ത് പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു ദൂതനെ ഞാൻ കൈമാറുകയാണ്. കുടുംബത്തിന്റെ അകത്ത് പ്രൈസ് ദി ലോർഡ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ചിലതിനെ ഇന്ന് രാത്രിയിൽ ദൈവം തൊടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അവിടെ പോകാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, അതെനിക്ക് വാങ്ങി തന്നിട്ടില്ലെങ്കിൽ, അതെനിക്ക് സാധിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ, ഈ വിവാഹം നടത്തി തന്നിട്ടില്ലെങ്കിൽ, അത്ര പൈസ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ചില തലമുറകളെ ഇന്ന് രാത്രിയിൽ കർത്താവ് തൊടുമെന്ന ആത്മാവ് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. തലമുറകളുടെ വല്ലാത്ത സ്വഭാവ നിമിത്തം കഷ്ടത്തിലായിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിന്റെ അകത്ത് കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാണ്. എനിക്ക് നന്നായി അറിയാം, എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ആത്മഹത്യാ ഭീഷണി മുഴക്കി ജീവിതത്തെ കഷ്ടത്തിലാക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തെ ദുഃഖിപ്പിക്കുന്ന, ജീവിതത്തെ കൈപ്പാക്കി തീർക്കുന്ന ചില ദുരാത്മാക്കൾ കുടുംബം വിട്ടഴിയാൻ പോകുന്നുവെന്ന് ആത്മാവ് കൈമാറുന്നു. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രിയിൽ സ്വസ്ഥത വെളിപ്പെടാൻ പോകുകയാ. പ്രൈസ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുക നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം യേശു പറയുന്നൊരു വാക്ക്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിശ്വാസമുള്ളവരുടെ കൂടെ കർത്താവിന് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അവിശ്വാസമുള്ള ജനത്തെ സഹിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അതിന് നമുക്ക് ഇങ്ങനെ അർത്ഥം പറയാം, അപ്പോൾ വിശ്വാസമുള്ളവരുടെ കൂടെ ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്, വിശ്വാസമുള്ള ജനത്തിന്റെ നടുവിൽ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവ പൈതലാണോ? ഞാൻ ആത്മാവിൽ കൈമാറാം, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ അസാധ്യമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന പൈതലിന്റെ കൂടെ ദൈവമുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, ദൈവം എൻ്റെ കൂടെ ഇല്ലേ? ഈ വിഷയം ദൈവം കാണുന്നില്ലേ? ഈ പ്രശ്നം കർത്താവ് കാണുന്നില്ലേ? എൻ്റെ കഷ്ടത കർത്താവ് കാണുന്നില്ലേ? ഞാൻ മുഴങ്കാലും മടക്കി കരയുന്നത് കർത്താവ് കാണുന്നില്ലേ? എൻ്റെ വേദന കർത്താവ് കാണുന്നില്ലേ? ഞാൻ ആത്മാവിൽ കൈമാറുക, നിങ്ങൾ വിശ്വാസമുള്ള ഒരു ദൈവഭക്തനാണോ? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തയാണോ? ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, നിങ്ങളോട് കൂടെ കർത്താവുണ്ട്. പ്രൈസ്. വചനം വ്യക്തമായിട്ട് പറയുന്നു, അവിശ്വാസമുള്ള നിങ്ങളുടെ കൂടെ ഞാൻ എത്ര നാൾ ഇരിക്കും. പ്രൈസ്. അപ്പൊ വിശ്വാസമുള്ളവൻ്റെ കൂടെ എല്ലാ നാളിലും ഇരിക്കുമെന്ന്. പ്രൈസ്. അവിശ്വാസത്തിൽ ഉള്ള നിങ്ങളെ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശ്വാസമുള്ളവനെ അവന് ഭയങ്കര ഇഷ്ടമാണ്, അവന് ചേർത്ത് പിടിക്കും. വിശ്വസിക്കുന്നവന്റെ കൂടെ നടക്കാൻ കർത്താവിന് ഇഷ്ടമുണ്ടെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഏത് ഗണത്തിലാണ് നിങ്ങളെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തെന്ന് രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കേട്ടോ. പ്രൈസ്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. പ്രൈസ്. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ്.
അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസമത്രേ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞതെന്ത്? പ്രൈസ് ദി ലോർഡ്. ചിലതിനൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ചിലതിനൊക്കെ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും ജീവിതത്തിൻ്റെ അകത്ത് മുന്നേറാൻ കഴിയാതെ പിറകോട്ട് വലിക്കുന്ന ആ സ്വഭാവത്തെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്തതിൻ്റെ കാര്യം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കാഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഒരടയാളവും കാണാൻ കഴിയത്തില്ല. വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നവരായി തീരണം. യേശു അവരോട് പറഞ്ഞ നിങ്ങളുടെ അല്പവിശ്വാസമത്രേ. പ്രൈസ് ദി ലോർഡ്. അല്പവിശ്വാസമത്രേ. ഒരു ദൂതനെ ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ അല്പവിശ്വാസം നിങ്ങളുടെ അത്ഭുതത്തെ തടയും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങളുടെ അല്പവിശ്വാസം നിങ്ങളുടെ വിടുതലിനെ തടയും. നിങ്ങളുടെ അല്പവിശ്വാസം നിങ്ങളുടെ സൗഖ്യത്തെ തടയും. ഇന്ന് രാത്രിയിൽ ഉറച്ച വിശ്വാസമുള്ളവരാകുക. വചനം പറയുന്ന സകല സൗഖ്യങ്ങളും സകല സമാധാനവും സകല സന്തോഷവും സകല ആത്മീയ ഭൗതിക നന്മകളും നിങ്ങൾ പ്രാപിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പം അല്പവിശ്വാസമുള്ളവർക്ക് പിശാചിനെ പുറത്താക്കാൻ കഴിയത്തില്ല. പ്രൈസ്. അടുത്ത വാക്ക്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. പ്രൈസിനോടപ്പോൾ ചിലതൊക്കെ നീങ്ങണമെന്നാഗ്രഹിച്ചിട്ടും നീക്കണമെന്നാഗ്രഹിച്ചിട്ടും എത്ര ശാസിച്ചിട്ടും എത്ര അന്യഭാഷ പറഞ്ഞിട്ടും പോകാത്ത കേസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, വിശ്വാസത്തിൻ്റെ അടിത്തറ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുവാൻ ദൈവജനം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ.